നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടീമുകൾക്കും താരങ്ങൾക്കുമൊക്കെ റേറ്റിംഗ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? 10 എത്ര ഉണ്ടാവും? ഇതാ ESPN വേൾഡ് കപ്പിലെ പ്രകടനം വിലയിരുത്തി അങ്ങനെ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നു. സ്പെയിനിന് എത്ര റേറ്റിംഗ് കൊടുക്കും? സ്പെയിനിൻ്റെ പ്രകടനത്തിന് 10 കൊടുത്തിരിക്കുന്നത്. ഫൈനൽ ഗ്രേഡ് 10. യൂറോപ്യൻ ചാമ്പ്യൻസ് വേൾഡ് കപ്പിലും ചാമ്പ്യന്മാരാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരേ ഒരു ഗോളാണ് കൺസീഡ് ചെയ്തത്. ലൂയിസ് ഡി ലാഫ്യൂൻ്റെ ഒരു ടീം കേപ്പ് വെർദെക്കെതിരെ സമനിലയിൽ കുരുങ്ങി തുടങ്ങിയിട്ട് പിന്നീട് അങ്ങോട്ടൊരു പൊളിച്ചെടുക്കലായിരുന്നു. അവർ മുന്നോട്ട് വന്ന വഴിയിൽ വമ്പന്മാരെയാണ് വീഴ്ത്തിക്കൊണ്ടേയിരുന്നത്. അതിൽ ഫ്രാൻസ് ഉണ്ടായിരുന്നു, ബെൽജിയം ഉണ്ടായിരുന്നു, പോർച്ചുഗൽ ഉണ്ടായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോരുത്തരെ പരാജയപ്പെടുത്തിയിട്ട് അവസാനം ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീനയെ, ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതായ അർജൻറ്റീനയെ ഒന്നുമല്ലാതാക്കി തീർത്തു വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ. അപ്പോൾ 10 തന്നെയാണ് അവർക്ക് കൊടുക്കേണ്ടത്, ഒരു സംശയവും വേണ്ട. നിലവിലെ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് നാഷണൽ ടീം ഓൺ ദി പ്ലാനറ്റ് എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ 10 കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? വേറെ കേപ്പ് വെർദെ ഉണ്ട്. കേപ്പ് വെർദെ 10. അവരുടെ ആദ്യ ക്വാളിഫിക്കേഷൻ അവരുടെ എല്ലാ ലിമിറ്റേഷൻസിലും വെച്ചുകൊണ്ട് അവരൊരു മികച്ച പ്രകടനം അങ്ങ് നടത്തി. ആദ്യ വേൾഡ് കപ്പിന് വന്നിട്ട് തന്നെ അവർ നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടന്നു, ലോക ചാമ്പ്യന്മാരെ വിറപ്പിച്ചു, ഒരു പിടി സൂപ്പർ താരങ്ങളെ നമുക്ക് തന്നു. വസീഞ്ഞയെ പോലെയുള്ള അങ്ങനെ മികച്ച താരങ്ങളെ അവർ തന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പ്രകടനം വെച്ചുകൊണ്ട് അവർക്ക് 10 കൊടുക്കുന്നു. അപ്പോൾ ഫൈനലിൽ വീണ അർജൻറ്റീനയ്ക്ക് എത്ര കൊടുക്കും? അർജൻറ്റീനയ്ക്ക് 6. അൾജീരിയക്കെതിരെയുള്ള മത്സരത്തിൽ, ഓപ്പണിംഗ് മത്സരത്തിൽ ലയണൽ മെസ്സിക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നെങ്കിൽ അർജൻറ്റീനയുടെ പോക്ക് എവിടെ വരെ ആകുമായിരുന്നു? അർജൻറ്റീന മൈറ്റ് നോട്ട് ഹാവ് ഈവൻ റീച്ച്ഡ് ദി റൗണ്ട് ഓഫ് 16. അർജൻറ്റീന റൗണ്ട് ഓഫ് 16 പോലും എത്തുമായിരുന്നില്ല. എങ്ങനെയാണെങ്കിൽ മെസ്സിക്ക് അൾജീരിയക്കെതിരെയുള്ള ആ കളിയിൽ ആ സംഭവം എല്ലാവർക്കും അറിയാലോ. കാഫിൻ്റെ ഭാഗത്ത് ചവിട്ടുന്നതും റഫറി അത് കണ്ടില്ലെന്ന് നടിച്ചതൊക്കെ വലിയ വിവാദമായതാണ്. അതിൽ റെഡ് കാർഡ് കിട്ടിയിരുന്നെങ്കിൽ റൗണ്ട് ഓഫ് 16 പോലും എത്തില്ല, ഗ്രൂപ്പ് സ്റ്റേജ് പോലും കടക്കില്ല എന്നാണ് ESPNൻ്റെ വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ പോലും 10 നമ്പർ താരം മികച്ച പ്രകടനം വേൾഡ് കപ്പിൽ നടത്തി ഫൈനലിലേക്ക് ടീമിനെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അർജൻറ്റീന തീർച്ചയായിട്ടും ഒരുപാട് ഫൗളുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവരുടെ ഭാഗത്ത് വന്നു. എന്നിട്ടും ഫൈനലിൽ അവർ എത്തി, പക്ഷേ സ്പെയിനോട് പരാജയപ്പെട്ടു. അർജൻറ്റീനയ്ക്ക് കൊടുക്കുന്നത് 10. ഇംഗ്ലണ്ടോ? ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രകടനം, സെമി ഫൈനൽ വരെ അവർ നന്നായിട്ട് വന്നു. പക്ഷേ സെമി ഫൈനലിലോ അവർ ലീഡെടുത്ത് നിന്നതിന് ശേഷം അർജൻറ്റീനയ്ക്കെതിരെ എന്ത് കളിയാണ് അവർ കളിച്ചത്? അവർ പിന്നീട് എന്തിന് അനാവശ്യമായിട്ട് ഡിഫൻസിലേക്ക് പോയി എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. സോ 10 ഇംഗ്ലണ്ടിന് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. ജർമ്മനിയോ? ജർമ്മനിക്ക് 10. വാവ്, 10. ജൂലിയൻ നെഗൽസ്മാൻ അദ്ദേഹത്തിൻ്റെ ജോബ് വരെ നഷ്ടമാകുന്ന അവസ്ഥ വന്നു. പരാഗ്വേ റൗണ്ട് ഓഫ് 16 അവരെ പരാജയപ്പെടുത്തി. പെനാൽറ്റീസിലാണ് വീണതെന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിനു മുമ്പ് തന്നെ അവർ ഇക്കഡോറിനോടൊക്കെ പരാജയപ്പെട്ടിരുന്നു. കുറസാവോയെ മുക്കി തുടങ്ങിയെങ്കിലും പിന്നീട് ഒരു മികവ് അവർക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ജർമ്മനി വീണ്ടും വേൾഡ് കപ്പിൽ നിന്ന് നാണം കെട്ട് പുറത്താവുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. 10 അവർക്ക് കൊടുക്കുന്ന റേറ്റിംഗ്. ബ്രസീലോ? 10. ഒരു മേജർ നാഷണൽ ടീം വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്താതെ പോവുക. ബ്രസീൽ കൊല്ലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് 90-ന് ശേഷം ഇങ്ങോട്ടുള്ള എല്ലാ വേൾഡ് കപ്പിലും ക്വാർട്ടർ ഫൈനലെങ്കിലും എത്തിയതാണ്. ഇത് അതുപോലും എത്താതെ പുറത്തു പോകുന്നൊരവസ്ഥ നമ്മൾ കണ്ടു. റൗണ്ട് ഓഫ് 16 പുറത്താവുന്ന അവസ്ഥ, റൗണ്ട് ഓഫ് 32 ഒക്കെ കടന്ന് റൗണ്ട് ഓഫ് 16 എത്തി. ശരി, അവിടെ ഒരു പുറത്താവുന്ന അവസ്ഥ. നോർവേ പോലൊരു ടീമിനോട് ബ്രസീലിന് ഒരു തരത്തിലും മികവ് കാണിക്കാൻ പറ്റിയില്ല. സോ 10. താരങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിലോ, എർലിംഗ് ഹാലൻഡിന് 10. എർലിംഗ് ഹാലൻഡ് ഒരു ഗ്ലോബൽ സൂപ്പർ സ്റ്റാറായിട്ട് മാറുന്ന കാഴ്ച ക്ലബ് ഫുട്ബോൾ കാണുന്ന എല്ലാവർക്കും ഹാലൻഡ് സുപരിചിതനും ഗോളടി മെഷീനും ഒക്കെയാണ്. എന്നാൽ അതല്ലാതെ 4 വർഷത്തിലൊരിക്കൽ വരുന്ന ഒരുപാട് ആരാധകരുണ്ടല്ലോ, അവർക്ക് പോലും ഹാലൻഡ് പ്രിയപ്പെട്ടവനായി മാറിയ ഒരു വേൾഡ് കപ്പ്. 7 ഗോളുകൾ അദ്ദേഹം നേടി, ബ്രസീലിനെ പരാജയപ്പെടുത്തിയതിൽ സുപ്രധാന റോളും വഹിച്ചു. 10. കിലിയൻ എംബാപ്പയ്ക്കോ
എംബാപ്പെ ഫ്രഞ്ച് സ്ട്രൈക്കർ 10 ഗോൾ അടിച്ചുകൊണ്ട് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോൾ അടിച്ച താരമെന്ന റെക്കോർഡും കൂടി നേടിക്കൊണ്ട് വിരാജിച്ചൊരു വേൾഡ് കപ്പാണ്. സെമി ഫൈനലിൽ മികവൊന്നും കാണിക്കാൻ പറ്റിയില്ലെങ്കിലും 10ൽ 10 അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അതേസമയം ലിയോ മെസ്സിയുടെ റേറ്റിങ്ങോ, ലിയോ മെസ്സിക്ക് 10ൽ 10 ഇല്ല, 10ൽ 8. അദ്ദേഹം 8 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് വേൾഡ് കപ്പാണ്. പക്ഷേ ഒരു പെർഫെക്റ്റ് സ്കോർ 10ൽ 10 കൊടുക്കാതിരിക്കാനുള്ള കാരണം അവർ പറയുന്നത് ഹി കുഡൻറ്റ് ഓവർകം സ്പെയിൻ ഇൻ ദി ഫൈനൽ. ഈവൻ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ക്യാൻ ഹാവ് ആൻ ഓഫ് ഡേ. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന് പോലും ചിലപ്പോൾ ഒരു ഓഫ് ഡേ ഉണ്ടാകാം എന്ന് നമ്മളെ കാണിച്ചു തന്നു. ടീമിന് ഏറ്റവും അദ്ദേഹത്തെ വേണ്ടിയിരുന്നത് ഫൈനലിലാണ്. അവിടെ അദ്ദേഹം ഉണ്ടായില്ല, മികവ് കാണിച്ചില്ല. അദ്ദേഹത്തിന് 10ൽ 8 കൊടുക്കുന്നു. ലമീൻ യമാൽ വേൾഡ് കപ്പൊക്കെ ചൂടി നിൽക്കുകയാണ്. പക്ഷേ 10ൽ 6 യമാലിന് കൊടുക്കുന്നത്. നമ്മൾ ക്ലബ് ഫുട്ബോളിൽ കാണുമ്പോൾ യമാൽ എത്തരത്തിലുള്ളൊരു ത്രെട്ടാണ് എതിരാളികൾക്ക് നമുക്കറിയാം. അതേ ത്രെട്ട് പക്ഷേ ഇവിടെ കണ്ടില്ല. പരിക്കുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോച്ച് ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള കാര്യം മറക്കുന്നില്ല. 10ൽ 6. തോമസ് ടൂഷലിനോ, ഇംഗ്ലണ്ടിൻ്റെ കോച്ച് തോമസ് ടൂഷലിന് സെമി വരെയൊക്കെ ടീം നന്നായിട്ട് കൊണ്ടുപോയി. സെമിയിൽ എന്താ അദ്ദേഹം ചെയ്തത്? സെമിക്ക് അപ്പുറത്തേക്ക് ടീമിനെ കൊണ്ടുപോകാനും പറ്റില്ല. വലിയ രൂപത്തിൽ വിമർശനങ്ങൾ വരുന്നു. 10ൽ 4 അദ്ദേഹത്തിന്. ക്രിസ്ത്യാനോ റൊണാൾഡോക്കോ, നമ്മുടെ CR7 ഉസ്ബെക്കിസ്ഥാനെതിരെ 2 ഗോൾ അടിച്ചു. ഐ ആം ബാക്ക് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അങ്ങോട്ട് ആ മികവ് അദ്ദേഹത്തിന് തുടരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. എന്തായാലും വേൾഡ് കപ്പിൽ 41 വയസ്സിൽ കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ഇംപ്രസീവ് ഫീറ്റാണ്, സംശയമില്ല. പക്ഷെ CR7 പോർച്ചുഗലിനൊരു ഹിൻഡറായി മാറി, തടസ്സമായി മാറി. മോർ ദാൻ ഹെൽപ്പിംഗ് ദം എന്നാണ് ESPNൻ്റെ നിരീക്ഷണം. CR7 ended up hindering Portugal more than helping them. And the tournament proved too demanding for Al Nassr striker. ഈ ടൂർണമെൻറ്റ് എത്തിപ്പിടിക്കാൻ പറ്റൂല, ടു ഡിമാൻഡിങ് ആയിരുന്നു ക്രിസ്ത്യാനോക്ക് എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടു എന്നാണ് അവർ വിലയിരുത്തുന്നത്. 10ൽ 4 ഉള്ളൂ. ജിയാനി ഇൻഫാന്റിനോക്കോ, ഫിഫയുടെ പ്രസിഡന്റിന് 10ൽ 0. ഒരു വേൾഡ് കപ്പ് ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് 10ൽ 0 എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് ഒരു സ്പെഷ്യൽ ഇവൻ്റൊക്കെ ആക്കി മാറ്റാൻ വേണ്ടി ആൾ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും സ്റ്റേജിലേക്ക് നിരവധി സെലിബ്രിറ്റീസ്, പൊളിറ്റീഷ്യൻസ് ഇങ്ങനെയുള്ളവരൊക്കെ കൊണ്ടുവന്നു. അതേസമയം വേണ്ട വിധത്തിലുള്ള പല കാര്യങ്ങളിലും വീഴ്ച പറ്റി. റഫറിക്ക് വീസ, അതൊരു ഇഷ്യൂ. പിന്നെ ഫിഫ പ്രസിഡൻറ്റിനെ US പ്രസിഡന്റ് വിളിച്ചിട്ട് റെഡ് കാർഡ് മാറ്റുന്ന കാഴ്ച, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ ഹാഫ് ടൈം ഷോ എന്നും പറഞ്ഞിട്ട് 17 മിനിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് 27 മിനിറ്റ് നടത്തി. ഫൈനലിന് ഹൈഡ്രേഷൻ ബ്രേക്കുകൾ വരുത്തിക്കൊണ്ട് കളിയുടെ ഒഴുക്ക് തടഞ്ഞു. ഇതെല്ലാം കൂടി വിവരിച്ചിട്ട് 10ൽ 0 കൊടുക്കുന്നു. അങ്ങനെ 0 കിട്ടിയ വേറെ ആരെങ്കിലും ഉണ്ടോ? വ്യക്തികൾ. മാഴ്സലോ ബിയൽസ ഉണ്ട്, ഉറുഗ്വായുടെ കോച്ച് മാഴ്സലോ ബിയൽസ. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കോച്ചാണ്. പക്ഷേ ഉറുഗ്വ ഒരു ഡിസാസ്റ്ററായി മാറുന്ന കാഴ്ച. താരങ്ങൾക്ക് തമ്മിൽ ഒത്തൊരുമയില്ലായ്മയും കോച്ചുമായിട്ട് താരങ്ങളുടെ ഉടക്കലും ഒക്കെ പിന്നെ അവസാനം പുറത്തേക്ക് വന്നു. 10ൽ 0. അപ്പോൾ ഇതൊക്കെയാണ് റേറ്റിംഗ്. എന്തായാലും നിങ്ങൾക്ക് ഇതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.